വേണു, ഈ പലപ്പോഴും ലീഗ് നിശബ്ദമായിട്ട് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുക. എന്നാൽ എല്ലാത്തിൻ്റെയും ചരട് ലീഗിൻ്റെ കയ്യിലും ഉണ്ട്. ലീഗ് അങ്ങനെ വലിയ വിവാദങ്ങളിലൊന്നും ചെന്ന് ചാടി വീഴത്തില്ല. പലപ്പോഴും കെ എൻ ഷാജി മാത്രം എന്തെങ്കിലുമൊക്കെ പ്രസ്താവന നടത്തും. നമുക്കറിയാം PM ശ്രീയുടെ കാര്യത്തിൽ ഇവർ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ പറഞ്ഞതും ഭരണപക്ഷത്ത് വന്നപ്പം മാറിയതുമൊക്കെ. അതെ. അപ്പം ലീഗിൻ്റെ ഒരു ചരടിലാണോ VD സതീശൻ മുമ്പോട്ട് പോകുന്നത്? ഇതിന്റെ ചരടിൽ മാത്രമല്ല, ലീഗിന്റെ കോണിയിൽ കയറിയാണ് VD സതീശൻ നിൽക്കുന്നത്. അതിന് സംശയമുണ്ടോ? കോണി വലിച്ചാൽ VD സതീശൻ താഴെ വീഴും. അതിന് യാതൊരു സംശയവും വേണ്ടല്ലോ. കാരണം ലീഗിന് ഇന്ന് 27 MLA മാരുണ്ടെന്നുള്ളതല്ല കണക്ക്, 26 പേരുണ്ടെന്നുള്ളതല്ല കണക്ക്. ഇന്ന് ലീഗിന് കോൺഗ്രസിലെ 63-ൽ ഒരു പകുതിയെങ്കിലും ഉണ്ട്. 63 പേര് കോൺഗ്രസിനുണ്ട്. പക്ഷെ അതിൽ പകുതി ലീഗ് പറയുന്ന ആളിലാണ്, ലീഗ് പറഞ്ഞാൽ നിൽക്കുന്ന ആളിലാണ്. അതിന് യാതൊരു സംശയവും വേണ്ട. അപ്പോൾ 26-ഉം ഒരു 30-ഉം കൂട്ടിക്കോ, അല്ലെങ്കിൽ 31 കൂട്ടിക്കോ, ചേർത്താൽ 57 സീറ്റ് ലീഗിൻ്റെ കയ്യിലുണ്ട്. അതാരും മറക്കരുത്. അത് VD സതീശനും മറക്കില്ല. കാരണം VD സതീശന് ഇതൊക്കെ നല്ലപോലെ അറിയാം. VD സതീശനെ ഹിന്ദു അനുകൂലിയാക്കാനും മോദിയുടെ ഭക്തനാക്കാനും ഒക്കെ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? KC വേണുഗോപാൽ അടക്കം ശ്രമിക്കുന്നില്ലേ? എന്തുകൊണ്ടാണ്? കാരണം ഇങ്ങനെ ശ്രമിച്ചു കൊണ്ടുവന്നാലേ VD സതീശൻ അവിടുന്ന് അനഭിമതനായി പുറത്തു പോകും, അല്ലെങ്കിൽ പുറത്ത് ചവിട്ടി കളയാൻ പറ്റും. ആ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ VD സതീശനെ നല്ലപോലെ അറിയാം, എനിക്ക് എൻ്റെ കസേര സംരക്ഷിക്കണം. 25 വർഷം MLA ആയി മാത്രം ഭരിച്ച എനിക്ക് ഇപ്പം കിട്ടിയിരിക്കുന്ന ഈ കസേര കളയാൻ പറ്റില്ല. ഒരു മന്ത്രി പോലും ആവാൻ കഴിഞ്ഞില്ല, ഒരു ചീഫ് വിപ്പ് ആകാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ KTDC ചെയർമാൻ പോലും ആവാൻ കഴിഞ്ഞില്ല, അല്ലേ? പക്ഷേ അവസാനം പിടിച്ച പിടിയാലെ VD സതീശൻ കയറി CM ആയി. ആ CM കസേര ഇനി കളയരുതെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ലീഗ് പറയുന്നതിനെ പിന്തുണയ്ക്കുന്നു എന്ന് തോന്നാത്ത വിധത്തിൽ പിന്തുണയ്ക്കുന്നു. ലീഗും അതുപോലെ തന്നെയാണ്. ഈയിടെ ഒരു സെക്രട്ടറി എന്നോട് പറയുന്നുണ്ട്, കുഞ്ഞാലിക്കുട്ടിയോട് എന്ത് പറഞ്ഞാലും, അദ്ദേഹമാണല്ലോ ലീഗിൻ്റെ തലതൊട്ടപ്പൻ, പണക്കാടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ലീഗിൻ്റെ വലിയ ആള് കുഞ്ഞാലിക്കുട്ടിയാണല്ലോ. കുഞ്ഞാലിക്കുട്ടിയോട് എന്ത് ചോദിച്ചാലും CMനോടും കൂടെ ഒന്ന് പറഞ്ഞേക്കണേ എന്ന് പറയും. വ്യവസായ വകുപ്പിൻ്റെ കാര്യത്തിൽ പോലും CMും കൂടെ ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് പറയുമെന്ന് ഒരു സീനിയർ സെക്രട്ടറി എന്നോട് പറയുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ള ഇക്വേഷൻ കറക്റ്റാണ്. VD സതീശൻ ആള് ഭയങ്കരമാണ്. അദ്ദേഹം കേരളത്തിൽ മുഖ്യമന്ത്രിയായി കസേര കയറിയത് ഈ ഒരു 5 വർഷത്തെ ടേം കണ്ടുകൊണ്ടല്ല, ഇതുക്കും അപ്പുറം ഒരു ടേം കണ്ടുകൊണ്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. 2ാം ഊഴം ഒക്കുമെങ്കിൽ 3ാം ഊഴം. കാരണം മാർക്സിസ്റ്റ് പാർട്ടി തലമറന്ന് എണ്ണ തേച്ചു. നിലാവുണ്ടെന്ന് വെച്ച് വെളുക്കുന്നവരെ മോട്ടിക്കാൻ നിന്നുകൊണ്ടാണ് ഈ പറ്റിയത്. 10 വർഷം സർക്കാർ കൊണ്ടുപോകാനുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തിട്ട് 10 വർഷത്തിൽ ആ ഒരു വർഷമെങ്കിലും, അവസാനത്തെ 9 വർഷവും മോട്ടിച്ചത് പോട്ടെ, 10ാമത്തെ വർഷം എങ്കിലും ഇച്ചിരി മര്യാദയ്ക്ക് നിന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും 3ാം ഊഴം CPMന് കിട്ടിയേനെ. അത് കളഞ്ഞു കുളിച്ചു. VD സതീശൻ അങ്ങനെ കളഞ്ഞു കുളിക്കാൻ തയ്യാറല്ല. അദ്ദേഹം പിടിച്ചടക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കോൺഗ്രസിനെ പയ്യെ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ അദ്ദേഹത്തിന് നല്ലൊരു വിഭാഗം അതിനകത്തുണ്ട്. VD സതീശൻ എന്ത് പറഞ്ഞാലും അതിനെതിരെ പറയുന്ന ഒരു വിഭാഗം അവിടെ ഉണ്ട്. ആ വിഭാഗം പതുക്കെ അദ്ദേഹം കൈക്കലായിക്കൊണ്ടിരുന്നു. ലീഗിനെ ഒപ്പം നിർത്തും. അതുകൊണ്ട് ലീഗ് പറയുന്നത് കേൾക്കും. ലീഗ് വന്ദേ മാതരം പാടരുത് എന്ന് പറഞ്ഞാൽ പാടില്ല, യാതൊരു സംശയം വേണ്ട. ഇന്ന് ഇന്ത്യയിലെ മറ്റ് എല്ലാ സംസ്ഥാനങ്ങളിലും വന്ദേ മാതരം പാടുകയും ജനഗണമന പാടുകയൊക്കെ ചെയ്തെങ്കിലും കേരളത്തിൽ മാത്രം പാടിയില്ല. പക്ഷെ PM ശ്രീയുടെ കാര്യത്തിനകത്ത് ലീഗ് അല്പം ചുവടുമാറ്റം നടത്തുകയും ചെയ്തു. ലീഗിന് നിങ്ങൾ വിചാരിക്കുന്ന പോലെ യാഥാർത്ഥ്യബോധം ഇല്ലാത്തവരൊന്നല്ല. ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണെന്നും ഇന്ത്യ ഭരിക്കുന്നത് BJP ആണെന്നും BJPക്ക് ഇന്ന് 70% ഇന്ത്യയുടെ ഭൂഭാഗങ്ങൾ രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു ശക്തിയാണെന്നും ലീഗിന് നല്ലപോലെ അറിയാം. അതുകൊണ്ട് ലീഗ് അങ്ങനെ തലമറന്നെണ്ണ നയിക്കില്ല. ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യുന്ന പോലെ പശ്ചിമ ബംഗാൾ പോയി, ത്രിപുര പോയി, ആകെ ഉള്ളത് കേരളത്തിലെ ഒരു 1/3
വിഭാഗം ജനങ്ങളുടെ പിന്തുണയോടുകൂടി നിൽക്കുകയാണ്. അത് മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് മൂന്നാം മുന്നണി വരുമ്പോഴാണ് ഇവർ രണ്ടാം ഊഴമൊക്കെ അനുഭവിച്ചിരുന്നത്. അത് മനസ്സിലാക്കാതെ തലമറന്നെണ്ണ വെച്ചാണ് CPM പറ്റുക. അതുപോലെ ലീഗ് ചെയ്യില്ല. ലീഗിന് നല്ല ബോധ്യമുണ്ട്, കേരളത്തിൽ ഞങ്ങളുടെ വേരുറപ്പിക്കാൻ എന്തു വേണം. 10 വർഷം വെള്ളം കുടിച്ചില്ലേ? EMS ഭാഷയെ പറഞ്ഞാൽ വനവാസത്തിലായിരുന്നില്ലേ? ആ വനവാസം കഴിഞ്ഞ് അവർ തിരിച്ചു വന്നത് അവർക്കിനി ഇത് കളയാതെ നോക്കണം. അതിന് VD സതീശനെ പോലെ ഒരു ദാമോദര മേനോൻ മകൻ സതീശ മേനോൻ വേണം. അതുകൊണ്ട് അവരും കളയില്ല. സതീശനറിയാം നല്ല ഒരു ഒത്ത ലീഗ് എൻ്റെ കൂടെ വേണം. അത് പാണക്കാടുമായി ബന്ധപ്പെട്ട ഒരു ലീഗ് എൻ്റെ കൂടെ നിൽക്കണം. ഞങ്ങൾ രണ്ടുപേരും ചേർന്നാലാണ് ഈ UDF എന്ന് അദ്ദേഹത്തിന് നല്ലത് അറിയാം. കേരള കോൺഗ്രസ് പോയി. കേരള കോൺഗ്രസ് ഒന്നും കാര്യമാക്കണ്ട. കേരള കോൺഗ്രസിന് അതിൻ്റെ ചില വിഭാഗങ്ങളിലുള്ളവരെ സഭകളെ കണ്ടുകൊണ്ടിരുന്നാൽ മതി, അവരുടെ കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുത്താൽ മതി. പക്ഷേ ലീഗ് അങ്ങനെയല്ല. ലീഗിനൊരു രാഷ്ട്രീയ ശക്തിയുണ്ട്. ആ രാഷ്ട്രീയ ശക്തി ഒപ്പം നിർത്തണം. സഭയെ ഒപ്പം നിർത്തണമെന്നില്ല. അല്ല, കേരള കോൺഗ്രസിനെ ഒപ്പം നിർത്തണമെന്നില്ല. സഭയെ നിർത്തിയാൽ മതി. സഭയെ നിർത്താൻ സിനഡ് നടക്കുമ്പോൾ പോകാതിരിക്കാനും ഒക്കെ VD സതീശൻ അറിയാം. അത് അദ്ദേഹം ഭംഗിയായി ചെയ്യും. കേരള രാഷ്ട്രീയത്തിൽ നിങ്ങൾ നോക്കിയോ, VD സതീശൻ വന്ദേ മാതരം പാടേണ്ടെന്ന് പറഞ്ഞാൽ പാടില്ല, ഇനിയും പാടില്ല. അതിനെന്തെങ്കിലും എക്സ്ക്യൂസ് അദ്ദേഹം കാണും. അല്ലെങ്കിൽ ആ സമയത്ത് അദ്ദേഹം എന്തെങ്കിലും അടവെടുത്ത് മാറും. 2 വരി പാടി കഴിയുമ്പോൾ കുഴഞ്ഞു വീണാൽ മതിയല്ലോ, അതും വേണമെങ്കിൽ അദ്ദേഹം ചെയ്യും. തല കറങ്ങുന്നു എന്ന് പറഞ്ഞ് ഇരുന്നളയും. അന്ന് പറഞ്ഞാൽ ശരിയാക്കില്ലല്ലോ. വന്ദേ മാതരം പാടി 2 ശാൻഷ പാടി കഴിയുമ്പോൾ തല കറങ്ങിയാൽ ജയിലിലാക്കാൻ പറ്റില്ല. ആൾ കുഴഞ്ഞു വീണു, എന്ത് ചെയ്യാൻ പറ്റും? ബാക്കി അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ പറ്റിയില്ല, എടുത്തോണ്ട് പോയി. അങ്ങനെയൊക്കെ അടവുകൾ കളിക്കാൻ മിടുക്കനാണ് VD സതീശൻ. VD സതീശൻ അതിൻ്റെ അപ്പുറവും കളിച്ച് 3-ാം ഊഴം വരെ പോകണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. 2-ാം ഊഴത്തിന് വരെ കുഴപ്പമില്ല. കാരണം മാർക്സിസ്റ്റ് പാർട്ടി ആന മെലിഞ്ഞാൽ തൊഴുത്തിൽ കെട്ടാമോ എന്ന് ചോദിച്ചാൽ ഇന്ന് തൊഴുത്തിലല്ല, ഇന്ന് വേണമെങ്കിൽ വെറും ഒരു ഈ കൂനയുടെ മൂട്ടിൽ വേണമെങ്കിലും കെട്ടാവുന്ന വിധത്തിലായി മാറിയിട്ടുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടി ദുർബലമായി, നേതാക്കളില്ലാത്ത, അണികൾ ഛിന്ന ഭിന്നമായ, അണികൾ നേതാക്കളെ തിരുത്തണമെന്ന് പറയുന്ന, നേതാക്കൾ അണികളെ തിരുത്തണമെന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ചിന്ത മാത്രം പോരാ, ചിന്താജെറോം മാത്രം പോരാ, ചിന്തയും വേണം. ചിന്താജെറോമിനെ യുവാക്കളുടെ കോരിത്തിരിക്കുന്ന നേതാവാക്കിക്കൊണ്ട് കാര്യമില്ല. ഡിവൈഎഫ്ഐയുടെ ആദ്യത്തെ വനിത എന്ന് പറഞ്ഞിട്ടാക്കിക്കൊണ്ട് കാര്യമില്ല. ചിന്താജെറോം ഉൾപ്പെടെയുള്ളവർ ചിന്തിക്കുന്നതിലേക്ക് വരണം. ചിന്തിച്ചാലേ ഇനി കേരള രാഷ്ട്രീയത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഗ്രൂപ്പുള്ളൂ. അതല്ലെങ്കിൽ VD സതീശൻ വന്ദേമാതരം പാടിയും അതേസമയം PM ശ്രീയിൽ തലോടിയും ചില സമയങ്ങളിൽ വന്ദേമാതരം പാടാതെയും പാടാൻ പറ്റാത്ത സമയങ്ങളിൽ അദ്ദേഹം മുങ്ങിയും ഒക്കെ ഭരണം തുടങ്ങിയിട്ട് 3 മാസം പിന്നിടുന്നതേ ഉള്ളൂ. ഇനിയും കിടക്കുകയാണ് വർഷങ്ങള്. അത്രയും കാലം ഒക്കെ തന്നെയും ലീഗിന്റെ ചൊൽപ്പടിയിൽ പോവുക എന്ന് പറയുന്നത്, ലീഗിന്റെ ചൊൽപ്പടിയിൽ അദ്ദേഹം പോകില്ല. ലീഗിനോടും അദ്ദേഹം പറയും, നിങ്ങൾ ഒരു കാര്യം നോക്കിയോ, നിങ്ങൾ ലീഗിന്റെ ഭരണം കൊണ്ടുവന്നാൽ ഞാനും തെറിക്കും നിങ്ങളും തെറിക്കും. 10 വർഷം നമ്മൾ പോയല്ലോ, എന്നിട്ട് നിങ്ങൾ മൂലയായിരുന്നു ഞാനും മൂലയായിരുന്നു. ഇപ്പോൾ അതാ നമുക്ക് രണ്ടുപേരും കൂടെ ഒന്നിച്ച് ജനം സീറ്റ് തന്നിരിക്കുകയാണ്. നമ്മൾ ഒരുവിധം കുഴപ്പമില്ലാതെ നമ്മളിത് കൊണ്ടുപോയാൽ ജനം ഇനിയും നമുക്ക് വോട്ട് ചെയ്യും. 102 കിട്ടിയില്ലെങ്കിലും 72 കിട്ടും. 72 കിട്ടി നമുക്ക് 2-ാം ഊഴം ഷുവറാണ്. 3-ാം ഊഴം പിന്നെ വരട്ടെ. അപ്പോൾ നോക്കാം. അന്ന് മാർക്സിസ്റ്റ് പാർട്ടി സെലവായിക്കോളും. നമ്മൾ പറഞ്ഞില്ലേ, ഭരണമില്ലെങ്കിൽ സമരം എന്നൊരു പരിപാടിയെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടി വേണം. ഇപ്പോൾ സമരത്തിനും ആളില്ല. ഭരണമില്ലെങ്കിൽ സമരം വെച്ചാണ് മാർക്സിസ്റ്റ് പാർട്ടി നിലനിന്നിരുന്നത്. ഇനി സമരം ചെയ്താൽ ആള് ഓടിക്കും. കാരണം ആളുകൾക്ക് സമരത്തിനോട് വെറുപ്പായി. അപ്പം ഭരണമില്ലെങ്കിൽ സമരത്തിനും ഇനിയും സ്കോപ്പില്ല. അപ്പോൾ പിന്നെ മാർക്സിസ്റ്റ് പാർട്ടി എന്ത് ചെയ്യും? മാർക്സിസ്റ്റ് പാർട്ടിക്ക് നല്ല പ്രസംഗം നടത്താൻ ആളില്ല, നല്ല പ്രസ്താവന നടത്താൻ ആളില്ല, നല്ല ആശയം പറയാൻ ആളില്ല, കേരളത്തിൻ്റെ വികസനം ഇങ്ങനെ ആയിരിക്കണമെന്ന് പറയാൻ ആളില്ല. ആ ഗതികേടിലായില്ലേ? അപ്പോൾ വാഴുക VD സതീശൻ എന്നുള്ള അവസ്ഥയിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നു. ഇനി ഉള്ള പേരും കൂടെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഒലിച്ച് CPM BJPയിലേക്ക് ചേരും. അത് VD സതീശൻ അതൊരു പ്രധാന ആഗ്രഹം. മാർക്സിസ്റ്റ് പാർട്ടിയെ തകർത്ത് BJPക്ക് പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം കൊടുക്കണം. എങ്കിൽ 4-ാം ഊഴമല്ല 5-ാം ഊഴവും ചിലപ്പോൾ കിട്ടും. BJP പ്രതിപക്ഷമായാൽ മതി. BJPയിലെ ആരെങ്കിലും പ്രതിപക്ഷ നേതാവായിട്ടിരുന്നാൽ ഇവരെ അധികാരത്തിൽ കയറ്റരുതെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 50% വരുന്ന ക്രിസ്ത്യാനിയും മുസ്ലിമും VD സതീശൻ്റെ കൂടെ വോട്ട് ചെയ്യും. ലീഗിനെയും കൂടെ നിർത്തിയാൽ, ലീഗ് ചത്ത കുതിരയെന്ന് നമ്മുടെ ജവഹർലാൽ നെഹ്റു പറഞ്ഞെങ്കിലും VD സതീശന് ചത്ത കുതിരയല്ല, തനിക്കും കൂടെ ജയം വയ്പ്പിച്ച കുതിരയാണ് ലീഗ്. ആ ലീഗ് അങ്ങനെ നിലനിർത്തും, നിൽക്കും.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.